അടുത്ത കാലത്ത് കേരളം സന്ദർശിച്ച് തിരിച്ചെത്തിയവൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മൂലക്കുരു ചികിത്സയുടെ പരസ്യങ്ങൾ മാത്രമേ കാണാനുള്ളൂവെന്ന്. കേരളം മൂലക്കുരുവിൻ്റെ ലോക തലസ്ഥാനമാണോ എന്ന് തോന്നിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മൂലക്കുരു, അർശസ് അല്ലെങ്കിൽ പൈൽസ് എന്ന് ഇംഗ്ലീഷിൽ ഹെമറോയിഡ്സ് എന്നും എല്ലാം വിളിക്കുന്ന ഈ രോഗത്തെപ്പറ്റി ഇന്ന് അല്പം ചിന്തിക്കാം. എന്താണ് മൂലക്കുരു? ശരീരത്തിലെ അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിലെത്തിക്കുന്ന രക്തധമനികളാണ് നമ്മുടെ വെയിൻസ്. ഈ രക്തധമനികൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വീക്കം സംഭവിച്ച് വീർത്ത് വലുതാകുന്നതിനെയാണ് വേരിക്കോസ് വെയിൻസ് എന്ന് വിളിക്കുന്നത്. മലാശയത്തിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന വേരിക്കോസ് വെയിൻസ് ആണ് പൈൽസ് അഥവാ മൂലക്കുരു. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഞങ്ങളെ അനാറ്റമി പഠിപ്പിച്ചിട്ടുള്ള പണ്ടാല സാർ പറഞ്ഞതോർക്കുന്നു. സസ്തന ജീവികളിൽ മനുഷ്യൻ 2 കാലിൽ നടക്കുവാൻ തുടങ്ങിയതിനാൽ അശുദ്ധ രക്തം രക്തത്തിന് മുകളിൽ ഹൃദയത്തിന് താഴെയുള്ള വെയിൻസ് ഹൃദയത്തിലെത്തിക്കുവാൻ ഗ്രാവിറ്റിക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ഈ പ്രവർത്തനത്തിൽ ശരീരത്തിലെ ഏതെങ്കിലും വെയിൻസിന് അപചയം സംഭവിക്കുമ്പോഴാണ് പൈൽസ് ഉൾപ്പെടെയുള്ള വേരിക്കോസ് വെയിൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. മനുഷ്യൻ 2 കാലിൽ നടക്കുന്നതിന് സൃഷ്ടികർത്താവ് ചിലരിൽ നിന്നും ഈടാക്കുന്ന ഒരു കൂലിയാണ് പൈൽസ് എന്ന് ഡോക്ടർ പണ്ടാല പറയുമായിരുന്നു. 2 തരം പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഉണ്ട്. മലാശയത്തിനുള്ളിൽ രക്തത്തിലുണ്ടാകുന്ന വീർത്ത വെയിൻസിനെ ഇന്റേണൽ ഹെമറോയിഡ്സ് എന്ന് വിളിക്കും. മലദ്വാരത്തിന്റെ വാതുക്കൽ ത്വക്കിനടിയിലുണ്ടാകുന്ന മൂലക്കുരുക്കളെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് വിളിക്കും. മൂലക്കുരുക്കുകൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങളിൽ പ്രധാനം കോൺസ്റ്റിപ്പേഷനാണ്, മലശോധനക്കുറവ്. തുടർച്ചയായി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയും കട്ടിയായ മലം പുറത്തു പോകുവാൻ സ്ട്രെയിൻ ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ മലാശയത്തിൻ്റെ ലോലമായ ഭിത്തികൾക്ക് ക്ഷതം സംഭവിക്കുകയും പൈൽസ് ആരംഭിക്കുകയും ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷൻ ഇല്ലെങ്കിൽ തന്നെയും ദീർഘനേരം ടോയ്ലറ്റിൽ കുത്തിയിരുന്ന് പത്രങ്ങൾ വായിച്ചു തീർക്കാൻ ശ്രമിക്കുന്നതും പൈൽസിന് ചിലപ്പോൾ കാരണമാകാം. അമിതമായ വണ്ണം, ഒബേസിറ്റി, കായിക വ്യായാമത്തിൻ്റെ കുറവ്, ഇവയെല്ലാം ഹെമറോയിഡ്സിൻ്റെ കാരണങ്ങളാണ്. ചില കുടുംബങ്ങളിൽ തലമുറമായി പാരമ്പര്യമായിട്ട് പൈൽസ് കാണാറുണ്ട്. ഗർഭിണികളിൽ വലുതാകുന്ന ഗർഭാശയം, പെൽവിക് കാവിറ്റിയിലുള്ള വെയിൻസിൽ പ്രഷർ ചെലുത്തുമ്പോഴും പൈൽസ് ഉണ്ടാകും. അമേരിക്കയിൽ 50 വയസ്സിലെത്തിയവരിൽ 50% ആൾക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഹെമറോയിഡ്സ് അനുഭവപ്പെട്ടിരിക്കും എന്നാണ് കണക്ക്. രോഗലക്ഷണം മുഖ്യമായും മലത്തിൽ കൂടി രക്തം പോകുന്നതാണ്. ഇന്റേണൽ ഹെമറോയിഡ്സ് പലപ്പോഴും സിംറ്റംസ് ഒന്നുമില്ല എന്നും വരാം. എങ്കിലും പൈൽസ് മലദ്വാരത്തിലേക്ക് പുറത്തേക്ക് തള്ളി ചിലപ്പോൾ പ്രൊലാപ്സ് ഹെമറോയിഡ്സ് ആയി തീരാം. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് അതിനുള്ളിൽ രക്തം കട്ടിപിടിച്ച് വീർത്ത് അമിത വേദനയോടുകൂടി ത്രോംബോസ്ഡ് ഹെമറോയിഡ്സ് ആയിട്ടും ചിലപ്പോൾ രോഗികൾ എത്താറുണ്ട്. മലദ്വാരത്തിൽ ചൊറിച്ചിലും വേദനയും പലപ്പോഴും രോഗികൾക്ക് അനുഭവപ്പെടും. പൈൽസ് രോഗികൾക്ക് ചെയ്യേണ്ട പരിശോധനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ, എ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇവ എല്ലാ രോഗികളിലും നടത്തിയിട്ട് വേണം. ഗ്ലൗസ് ഇട്ട ലൂബ്രിക്കേറ്റ് ചെയ്ത പരിചയസമ്പന്നനായ ഒരു ഡോക്ടറുടെ വിരൽ ഉപയോഗിച്ച് രക്തത്തിൽ ഒരു വിശദമായ പരിശോധന വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ ഒരു ലൈറ്റഡ് ആനോസ്കോപ്പ് ഉപയോഗിച്ച് മലാശയത്തിൻ്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 10 സെൻറ്റിമീറ്റേഴ്സ് നിങ്ങളുടെ ഡോക്ടർ ഓഫീസിൽ വെച്ച് ഔട്ട് പേഷ്യൻ്റായി ആദ്യമായി ഒരു വിശദ പഠനം നടത്തും. ഇത്തരം വിശദമായ പരിശോധനകളിലൂടെ ബഹുഭൂരിപക്ഷം അവസരങ്ങളിലും നിങ്ങളുടെ ഡോക്ടർക്ക് അത് അർശസ രോഗമെന്ന് രോഗം നിർണയിക്കുവാൻ പ്രയാസമില്ലാതെ സാധിക്കും. ഇതുമൂലം ആവശ്യമില്ലാത്തതും ചിലവുള്ളതും ചിലപ്പോൾ അപകടകരമായേക്കതുമായ പല പരിശോധനകളും ഒഴിവാക്കുവാനും നിങ്ങളുടെ ഡോക്ടർക്ക് കഴിയും. എന്നാൽ
രോഗി 50 വയസ്സിൽ കൂടുതൽ പ്രായമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോളനോസ്കോപ്പി പരിശോധനകൾ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സംശയകരമായ മറ്റെന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ അമേരിക്കയിൽ സാധാരണ നിങ്ങളുടെ ഡോക്ടർ ഒരു കോളനോസ്കോപ്പി പരിശോധനയ്ക്കായിട്ട് ഒരു ഗാസ്ട്രോ എൻട്രോളജി സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടുന്നു. അന്നപഥത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഡൈവർട്ടിക്കുലൈറ്റിസ്, പോളിപ്സ്, കോളൈറ്റിസ് തുടങ്ങിയ പല രോഗങ്ങൾ മൂലവും മലത്തിൽ രക്തമുണ്ടാകാം. ഒരു കോളനോസ്കോപ്പിയിലൂടെ ഇതെല്ലാം കണ്ടുപിടിക്കുവാൻ സാധിക്കും. അർഷസിൻ്റെ ചികിത്സ പ്രാരംഭദശയിൽ കൺസർവേറ്റീവ് മെഷേഴ്സാണ്. കൂടുതൽ ഫൈബറുള്ള, നാരുള്ള വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, തവിടുള്ള ധാന്യകങ്ങൾ, അരി ഇവ ഉപയോഗിക്കുവാൻ രോഗിയെ പ്രേരിപ്പിക്കുക. വണ്ണം കുറയ്ക്കുവാനുള്ള ഉപദേശങ്ങൾ നൽകുക. ദിവസവും അരമണിക്കൂറെങ്കിലും നടക്കുകയോ മറ്റ് എക്സസൈസുകയോ ചെയ്യുക. പൈൽസ്, വേദനയോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ചില ഓയിൻമെൻറ്റ്സും ക്രീമും ഒക്കെ നൽകാറുണ്ട്. ഹൈഡ്രോകോർട്ടിസോണാണ് ഇതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്. പലപ്പോഴും ഈ ഓയിൻമെൻറ്റ്സും ക്രീംസും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങിക്കുവാൻ സാധിക്കും. ചൂടുള്ള വെള്ളത്തിൽ ദിവസവും ഒരു 15 മിനിറ്റ് 3-4 തവണ ഇരിക്കുന്നതും ആശ്വാസകരമാണ്. ഇപ്രകാരം ചൂടുള്ള വെള്ളം ടോയ്ലറ്റ് സീറ്റിൻ്റെ മുകളിൽ വെച്ച് അതിലിരിക്കാവുന്ന സിറ്റ്സ് ബാത്ത് മിക്ക ഫാർമസികളിൽ നിന്നും ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും. ഇത്തരം രോഗികൾ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കാതെ ഇന്ത്യൻ രീതിയിൽ വെള്ളം ഉപയോഗിച്ചുള്ള ശൗചകർമ്മവും അതിനുശേഷം ഡ്രൈ ടവൽ ഉപയോഗിച്ച് തുടച്ച് വെടിപ്പാക്കുന്നതുമാണ് നല്ലത്. തുടർച്ചയായി കോൺസ്റ്റിപ്പേഷൻ കുറച്ചു കാലത്തേക്ക് മാത്രം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം സ്റ്റൂൾ സോഫ്റ്റ്വെയർ കുറച്ച് നാളത്തേക്ക് മാത്രം ഉപയോഗിക്കാം. ഇത്തരം കൺസർവേറ്റീവ് മെഷേഴ്സ് പ്രയോജനകരമല്ലെന്ന് കണ്ടാൽ രോഗിയെ ഈ രോഗം ചികിത്സിക്കുന്ന ശസ്ത്രക്രിയാ വിദഗ്ധരുടെ അരികിലേക്ക് റെഫർ ചെയ്യും. ചിക്കാഗോയിൽ 4 വലിയ പ്രധാന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ഈ രോഗം ചികിത്സിക്കുന്ന കോളോറക്ടൽ സ്പെഷ്യലിസ്റ്റ് ഇവിടെയുണ്ട്. അവരുടെ അടുക്കലേക്കാണ് സാധാരണ റെഫർ ചെയ്യുന്നത്. എങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഹെമറോയിഡ് വളരെ വിദഗ്ധമായി ചികിത്സിക്കാവുന്ന ജനറൽ സർജൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ടെലിഫോണിൽ നോക്കി മാത്രം ഒരു സർജനെ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോഴെങ്കിലും ബുദ്ധിപൂർവമായിരിക്കുകയില്ല. മറ്റനേക രോഗികളെ റെഫർ ചെയ്ത് സർജന്റെ സ്കിൽസിനെ പറ്റി കൂടുതൽ അറിയാവുന്ന, ചികിത്സയിൽ റിസൾട്ട്സ് കൂടുതൽ അറിയാവുന്ന നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ സമീപത്തുള്ള ഒരു ഡോക്ടറെ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയും കോളോറക്ടൽ സ്പെഷ്യലിസ്റ്റ് ചെയ്യാറുള്ള ചികിത്സകൾ എന്താണെന്ന് നോക്കാം. ശസ്ത്രക്രിയ കൂടാതെ ചെയ്യുന്ന അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള ചികിത്സയാണ് റബ്ബർ ബാൻഡ് ലൈഗേഷൻ. ഇന്റേണൽ ഹെമറോയിഡ്സിന്റെ ബേസിൽ കടയ്ക്കൽ റബ്ബർ ബാൻഡ് ഇട്ട് മുറക്കുക. ഒരാഴ്ചക്കുള്ളിൽ ഹെമറോയിഡ്സ് പൊഴിഞ്ഞു വയ്ക്കുള്ളൂ. മറ്റൊന്നാണ് കെമിക്കൽ സൊല്യൂഷൻസ് ഹെമറോയിഡ്സിലേക്ക് കുത്തിവെക്കുക എന്നുള്ളത്. ഇതിനെ സ്ക്ലീറോതെറപ്പി എന്ന് വിളിക്കുന്നു. ഈ 2 ചികിത്സകളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ ഔട്ട് പേഷ്യൻ്റായിട്ട് ചെയ്യാം. വേദനകളും സർജറിയേക്കാൾ കുറവാണ്. ഈ 2 ചികിത്സകളും ഫലപ്രദമല്ല എന്ന് കണ്ടാൽ പൈൽസ് മുറിച്ചു കളയുന്ന ഹെമറോയിഡക്ടമി ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും. ഹെമറോയിഡക്ടമി സർജറി 95% അവസരങ്ങളിലും വിദഗ്ധനായ ഒരു സർജന്റെ കരങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. അടുത്ത കാലത്ത് വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രൊസീജിയറുണ്ട്, സ്റ്റേപ്പിൾഡ് ഹെമറോയിഡക്ടമി. ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് സ്റ്റേപ്പിൾ ചെയ്ത് പൈൽസിലേക്കുള്ള രക്തയോട്ടം തടയുന്നതാണ് സ്റ്റേപ്പിൾഡ് ഹെമറോയിഡക്ടമി. ഈ പ്രൊസീജിയർ ഹെമറോയിഡ് സർജറിയേക്കാൾ വേദന കുറവാണ്, ഔട്ട് പേഷ്യൻ്റായിട്ട് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. എങ്കിലും റെഗുലർ ഹെമറോയിഡക്ടമി സർജറി ചെയ്തവരെക്കാൾ സ്റ്റേപ്പിൾഡ് ഹെമറോയിഡക്ടമി ചെയ്തവരിൽ പൈൽസ് റെക്കർ ചെയ്യാൻ വീണ്ടും വരുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രവുമല്ല, ഈ ശസ്ത്രക്രിയ ചെയ്തവരിൽ ഒരു ചെറിയ പങ്കാളുകളിൽ പിന്നീട് റെക്ടൽ പ്രൊലാപ്സ്, മലദ്വാരത്തിലേക്ക് റക്തം പുറത്തേക്ക് വരുവാനുള്ള സാധ്യതയും ഏറുന്നതായി ചില പ്രാരംഭ പഠനങ്ങളിൽ കാണുന്നുണ്ട്. ഇതുമൂലം ഹെമറോയിഡ് സ്റ്റേപ്ലിംഗ് ചിക്കാഗോയിലെ പല പ്രധാന ആശുപത്രിയിലെയും കോളോറക്ടൽ സ്പെഷ്യലിസ്റ്റിന്റെ ഇടയിൽ മുമ്പുണ്ടായിരുന്ന അത്ര ആഭിമുഖ്യം ഇന്ന് കാണുന്നില്ല.
അവസാനമായി കേരളത്തിലെ മൂലക്കുരു രോഗികളോട് ഒരു വാക്ക്: നിങ്ങളുടെ മൂലക്കുരു വിദഗ്ധരെ സഹായം തേടിയില്ലെങ്കിലും വഴിമുക്കിലിരുന്ന് ചികിത്സിക്കുന്നവരുടെ സഹായം സ്വീകരിക്കരുത്. ആന്റിസെപ്റ്റിക് പ്രിക്കോഷൻസ് ഒന്നുമില്ലാതെ, അണുബാധ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ പൈൽസിന് പോയി എയ്ഡ്സോ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ മാരക രോഗങ്ങളുമായി നിങ്ങൾ തിരിച്ചെത്തിയെന്ന് വരും. അതുകൊണ്ട് ഇത്തരം ചികിത്സയ്ക്ക് പോകാതെ ഇരിക്കുക. പൈൽസ് രോഗം പലരും കരുതാറുണ്ട് ഒരു അന്തസ്സില്ലാത്ത രോഗമാണ്. ഹാർട്ട് അറ്റാക്കോ ഹൈ ബ്ലഡ് പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ പറയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന് പൈൽസിനെ പറ്റി പറയാൻ. പൈൽസിന് അന്തസ്സിന് ഒരു കുറവുമില്ല. ഞാൻ അമേരിക്കയിൽ വന്ന ശേഷം അമേരിക്കയിൽ ഉണ്ടായിരുന്ന 8 പ്രസിഡന്റന്മാരിൽ 2 പേര്, പ്രസിഡന്റ് കാർട്ടറും പ്രസിഡന്റ് ഫോർഡും, അർശസ് കാരണം ജോലിയിൽ നിന്ന് കുറച്ച് ദിവസം അവധിയെടുക്കേണ്ടി വന്നവരാണ്. നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ അർശസ് മൂർച്ഛിച്ചതിനാൽ കുതിരപ്പുറത്തിരുന്ന് തന്റെ സൈന്യത്തെ നയിക്കുവാൻ സാധിക്കാഞ്ഞതിനാലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കാറൽ മാർക്സിന്റെ സ്നേഹിതൻ എംഗൽസിന് അയച്ച ഒരു കത്ത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, തന്റെ മൂലധനം എന്ന ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കുവാനുള്ള താമസിക്കുവാൻ കാരണം മൂലക്കുരുവിന്റെ ഉപദ്രവം മൂലമായിരുന്നുവെന്ന്. ഇംഗ്ലണ്ടിലെ എൻ്റെ പരിശീലന കാലത്ത് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൽ കണ്ട ഒരു രേഖയും എൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. ഇംഗ്ലണ്ടിലെ അതിപ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു ആൽഫ്രഡ് ദ ഗ്രേറ്റ് രാജാവ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവദൂഷ്യം മാത്രം ഉണ്ടായിരുന്നു. പരസ്ത്രീകളിൽ, പ്രത്യേകിച്ച് തന്റെ സേനാനായകന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാരിൽ ഉണ്ടായിരുന്ന അമിതമായ നിയന്ത്രിക്കാൻ ആവാത്ത അഭിനിവേശം. ഈ കുറവ് മാറിക്കിട്ടുവാൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചാപ്ലൈനും ഒരു ദിവസം മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ പൈൽസിന്റെ രോഗം ആരംഭിക്കുകയും അതോടൊപ്പം പരസ്ത്രീകളിലുള്ള താല്പര്യം കുറയുകയും ചെയ്തു എന്നാണ് രേഖ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മലയാളി ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആൽഫ്രഡ് രാജാവിനെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലേ എങ്കിൽ, നിങ്ങൾക്ക് ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ വിദഗ്ധരെ കൊണ്ട് ചികിത്സിപ്പിക്കണം. വിദഗ്ധരെ കൊണ്ട് മാത്രം ചികിത്സിപ്പിക്കണം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.